ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ടെഡ് ടോക്കിൻ്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് സംഘാടകരോട് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രതികൂല, പ്രതിഫല, പ്രതിഭാസം എന്നൊക്കെ വേണമെങ്കിൽ തർജ്ജമ ചെയ്യാവുന്ന ഒരു വിഷയമാണ്. എൻ്റെ ഓർമ്മയിലെ ഒരു സംഭവ കഥയിലൂടെയാണ് ഞാൻ സംസാരിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അത്രയൊന്നും സന്തോഷകരമല്ലാത്ത ഒരു ഓർമ്മ. 2004, 2005 കാലത്ത് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം. അന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് സജീവമായതുകൊണ്ട് തന്നെ അന്ന് കോഴിക്കോട് സർവകലാശാല യൂണിയൻ അതിൻ്റെ ചെയർമാൻ ആവാനും പിന്നീട് സിൻഡിക്കേറ്റിലെ ഒരു അംഗമാവാനും എനിക്ക് ഭാഗ്യം കിട്ടുകയുണ്ടായി. ആ കാലത്ത് അന്ന് അവിടെ ഗവേഷണ വിദ്യാർത്ഥിനിയായിരുന്ന എനിക്ക് വളരെ അടുപ്പമുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടായി. അവരുടെ സ്തനത്തിലൊരു വ്രണമുണ്ടായി. നമ്മളതിനെക്കുറിച്ച് അറിയുന്നത് പിൽക്കാലത്താണ്. പക്ഷേ ഗവേഷണ വിദ്യാർത്ഥിനി എന്ന നിലയിൽ അവർ അവരുടെ സുഹൃത്തുക്കളോടും അവരുടെ വഴികാട്ടിയായ അധ്യാപകരോടൊക്കെ പറഞ്ഞുവെങ്കിലും അതിൽ അവർ വളരെയേറെ ഇഷ്ടപ്പെടുന്ന, വിശ്വസിക്കുന്ന ഒരു വഴികാട്ടി അവരോട് പറഞ്ഞു, ഇത് വളരെ സാധാരണമായൊരു വ്രണമാണ്, ഇതിന് ചികിത്സ ആവശ്യമില്ല, മറിച്ച് നമ്മുടെ ഭക്ഷണക്രമം, പഴവർഗ്ഗങ്ങളൊക്കെ നന്നായി കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യ ഒന്ന് മാറ്റിയാൽ മതി, പട്ടിണി കിടന്നാൽ മതി, അങ്ങനെയുള്ളൊരു ജീവിതചര്യയിലൂടെ നമുക്ക് ഇത്തരം അസുഖങ്ങൾ മാറ്റിയെടുക്കാം എന്ന് പറയുകയും അവരത് വിശ്വസിക്കുകയും ചെയ്തു. നമുക്കറിയാം, ആധുനിക കാലത്ത് അസുഖം വന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്ന നമ്മളെല്ലാവരും വളരെ അപൂർവമായെങ്കിലും ഇത്തരം ചില ആളുകളെ കണ്ടിട്ടുണ്ട്. പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷനിലെ അംഗമാകാൻ വിധിക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ വളരെ വേദനാകരമായ കുറേ സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവുകയുണ്ടായി. കാരണം ഈ ഗവേഷണ വിദ്യാർത്ഥിനി ചികിത്സ കൃത്യമായി എടുത്തില്ല എന്ന് മാത്രമല്ല, രോഗനിർണയം നടത്തിയില്ല എന്ന് മാത്രമല്ല, ആ അസുഖം വളരെ ഗുരുതരമായി ശരീരത്തെ മുഴുവൻ വ്യാപിക്കുന്ന ഒരവസ്ഥയിൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുകയും അന്ന് അവിടെ പരിശോധിച്ചപ്പോൾ അവർക്ക് സ്തനാർബുദമായിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുണ്ടായി. സ്തനാർബുദം എന്നത് പ്രാഥമിക ദശയിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്ന കാലത്ത് നമ്മുടെ വിശ്വാസമാണ് ശരി എന്ന് ഉറപ്പിച്ചു പറയുകയും ആ വിശ്വാസത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയും സ്വന്തം ആരോഗ്യം പോലും വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ എത്തുന്നത് വരെ അതുതന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസം. വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയും അവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു എന്നതായിരുന്നു ആ സംഭവം. ഓർമ്മകളിലെ ഇത്തരം വേദന നിറഞ്ഞ സംഭവങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. കഴിഞ്ഞ 16 വർഷക്കാലങ്ങളിലധികമായി കാർഡിയോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ആതുര ശുശ്രൂഷകൻ എന്ന നിലയിൽ നമ്മൾ നിരവധിയായ രോഗികളെ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഭാരതം ലോകത്തിൻ്റെ തന്നെ കാർഡിയാക് ക്യാപിറ്റൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരവസ്ഥയിലാണ്. ഇന്ന് ഇന്ത്യൻ ജനസംഖ്യയിലെ പ്രായപൂർത്തിയായവരിൽ ഏതാണ്ട് 4% പേരും 25% പേരും മരണപ്പെടുന്നത് ഹൃദ്രോഗം മൂലമാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. എന്തൊക്കെയാണ് ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങൾ? ജന്മന ഉള്ള ജനറ്റിക് ആയിട്ടുള്ള മറ്റ് കാരണങ്ങളല്ലാതെ ഹൃദ്രോഗത്തിന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളുണ്ട് നമുക്കറിയാം. അത് പ്രമേഹമാവാം, രക്തസമ്മർദ്ദമാവാം, കൊളസ്ട്രോൾ ആവാം, നമ്മുടെ ദൈനംദിന ജീവിത രീതികളാവാം, മറ്റ് തെറ്റായ ചില ശീലങ്ങളാവാം. അതിൽ പ്രധാനപ്പെട്ടതാണ് പുകവലി. സ്മോക്കിങ് ഹൃദ്രോഗം ഉണ്ടാക്കും, ക്യാൻസർ ഉണ്ടാക്കും എന്നറിയാത്ത ആരാണുള്ളത്? പക്ഷേ എന്നാലും സ്മോക്കിങ്ങിന് കുറവുണ്ടോ? നമ്മുടെ രോഗികളെ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ക്ലിനിക്കിലൊക്കെ അല്ലെങ്കിൽ ആശുപത്രിയിലൊക്കെ അവരോട് പറയും, നിങ്ങൾക്ക് ഈ ഹൃദ്രോഗം വന്നതിൻ്റെ ഒരു പ്രധാന കാരണം പുകവലിയാണ്. അതിൽ ഭൂരിഭാഗം പേരും അത് നിർത്താനും അല്ലെങ്കിൽ അത് ശീലം ഒഴിവാക്കാനും കൃത്യമായ നമ്മുടെ ഉപദേശങ്ങളും മരുന്നുകളും ഒക്കെ സ്വീകരിക്കാനും തയ്യാറായിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേരെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട്, പുകവലിക്കാത്ത ആളുകൾക്കും ഹൃദ്രോഗം വരുന്നുണ്ടല്ലോ, പിന്നെന്താ പുകവലിച്ചാൽ? ശരിയാണ്, പുകവലിക്കാത്ത ആളുകൾക്കും ചിലപ്പോൾ ഹൃദ്രോഗം വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ പുകവലിക്കുന്ന എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ഹൃദ്രോഗം വരുന്നുണ്ടാവണമെന്നില്ല. പക്ഷേ
നമുക്കറിയാം ചില തെളിവുകളുടെയും ചില ഡാറ്റകളുടെയും കുറേ കാലങ്ങളായി നടത്തുന്ന ചില പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഫലമായി ഉണ്ടാകുന്ന ചില കണ്ടെത്തലുകളാണ് നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലേ? പ്രത്യേകിച്ച് ആരോഗ്യശാസ്ത്രം. അപ്പോൾ ആരോഗ്യശാസ്ത്രത്തിൽ ഇത്തരം ബാക്ക് ഫയർ ഇഫക്റ്റുകൾ വളരെയേറെ നമ്മൾ കണ്ടിട്ടുണ്ട്, കാണാറുണ്ട്. ഈ ഹൃദ്രോഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അറിയാം, ഇന്ത്യയിൽ ഈ ഹൃദ്രോഗം, ഈ പുകവലി മൂലമുള്ള ഹൃദ്രോഗം എന്ന് പറയുന്നത് പുകവലിക്കാത്ത ആളുകളിലേക്കാൾ 4 ഇരട്ടി കൂടുതലാണ്. നമ്മൾ പലപ്പോഴും ഉപദേശിക്കാറുണ്ട്, പുകവലി നിർത്തിയാൽ 1 വർഷം കൊണ്ട് നിങ്ങളുടെ ഹൃദ്രോഗ സാധ്യത 50% കുറയുമെന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ആരോഗ്യശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഈ വിഷയത്തിൽ നിരവധിയായ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്. Backfire effect is the belief perseverance occurs when evidence against a viewpoint acts as a catalyst to solidify it എന്നാണ്. വളരെ ലളിതമായ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, പെരുമഴയത്ത് കുടയുമായി, അതും മടക്കി പിടിച്ച കുടയുമായി നടന്നു പോകുന്ന ഒരാളോട്, അയാൾ മഴ നനഞ്ഞിങ്ങനെ പോവുകയാണ്. അയാൾ നമ്മൾ ചോദിക്കുന്നു, സുഹൃത്തെ നിങ്ങൾ എന്തിനാണ് ഈ കുട ഇങ്ങനെ മടക്കി പിടിച്ച് മഴ നനഞ്ഞ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ്, ഞാനിങ്ങനെയാണ്, എനിക്ക് കുട മടക്കി പിടിച്ച് നടന്നാണ് ശീലം, എൻ്റെ അപ്പനപ്പൂപ്പന്മാർ മുതലേ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, അതാണ് ബാക്ക് ഫയർ ഇഫക്റ്റ്. നമ്മൾ ചില വിശ്വാസങ്ങൾ അടിയുറച്ച് നിൽക്കുകയും ആ വിശ്വാസങ്ങൾ തന്നെ ശരിയാണ് എന്ന് വിചാരിക്കുകയും അതിൽ തന്നെ തുടരുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ, പ്രതിഫലനങ്ങൾ. ഈ ബാക്ക് ഫയർ ഇഫക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള പ്രഗത്ഭരായ നിരീക്ഷകന്മാരിൽ അല്ലെങ്കിൽ ഗവേഷകരിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ലെബനീസ് അമേരിക്കൻ ഗവേഷകനായിട്ടുള്ള നാസിം നിക്കോളാസ് താലിബ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻസെർട്ടോ സീരീസ് എന്ന് പറയുന്ന ഗവേഷണ പ്രബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. എനിക്കൊന്നു മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് പരിചിതമായൊരു വാക്കായിരിക്കാം, ഒരു പേരായിരിക്കാം ഇത്. അതിൽ അദ്ദേഹം ബ്ലാക്ക് സ്വാൻ ഇഫക്റ്റ് എന്ന് പറയുന്ന, ബ്ലാക്ക് സ്വാൻ ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഒരു എഴുത്തുണ്ട്. അതിൽ ആകസ്മികമായി പ്രകൃതിയിൽ നടക്കുന്ന വലിയ വലിയ സംഭവ വികാസങ്ങൾ എന്നേക്കുമായി നമ്മുടെ സമൂഹത്തിലും പ്രകൃതിയിലും ചില പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് 2008 നടന്ന ലോക സാമ്പത്തിക മാന്ദ്യം, 2019 നമുക്കെല്ലാം പരിചിതമായ COVID-19 എന്ന പാൻഡമിക്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എല്ലാവരും ദൈനംദിനമെന്നോണം നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഇൻ്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും. ഇതൊക്കെ വളരെ വ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ചില ആകസ്മികമായ സംഭവങ്ങളുടെ പ്രതിഫലനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു നിരീക്ഷണമാണ് ആൻറ്റി ഫ്രെജിലിറ്റി ആൻഡ് ഫ്രെജിലിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫ്രെജിലിറ്റി എന്ന് പറയുന്നത് പൊട്ടിപ്പോകും, അല്ലേ? നമ്മളൊരു പളുങ്കു പാത്രം താഴെ വീണാൽ പൊട്ടിപ്പോകും. അതല്ലെങ്കിൽ ഒരു സെറാമിക് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് താഴെ വീണാൽ പൊട്ടിപ്പോകും. എന്നാൽ ആൻറ്റി ഫ്രെജിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പാക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഷോക്കിനോട് പ്രതിരോധിക്കുന്ന സമയത്തു തന്നെ അതിൽ ഗുണകരമായത് ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രതിഫലനം, ഒരു റിഫ്ലക്ഷൻ, അതല്ലെങ്കിൽ ഒരു പരിണത ഫലം ഉണ്ടാവുന്നതാണ് ആൻറ്റി ഫ്രെജിൽ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണിത്. ബയോളജിയിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രതിഭാസമുണ്ട്, ഹോർമിസിസ് എന്ന് പറയും. നമ്മൾ ഈ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ച് പറയുമ്പോൾ രോഗാണു സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന, അതല്ലെങ്കിൽ പൊടിപടലങ്ങളും പുകയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന, അതല്ലെങ്കിൽ പ്രതികൂലമായ പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതിരോധ ശേഷി സ്വയം രൂപീകൃതമാവുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മെഡിസിനിൽ നമ്മൾ ഈ ആൻറ്റി ഫ്രെജിലിറ്റിയുടെ ഗുണകരവും ദോഷകരവുമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എന്നാണ്. വളരെ സ്ഥിരമായ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പലപ്പോഴും നമുക്ക് ശരീരത്തിന് നമ്മുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുകയും ഈ ആൻറ്റിബയോട്ടിക്കുകളോടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ പ്രസവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയിൽ സിസേറിയനുകൾ ഇങ്ങനെ കൂടി വരുന്നത് പ്രസവപരമായ സങ്കീർണതകൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, ഈ ആശുപത്രികളിലും മറ്റ് ടെസ്റ്റുകളിലൊക്കെ നടത്തുന്ന അമിതമായ ഇൻവെസ്റ്റിഗേഷൻസ്, എല്ലാത്തിനും പോയി CT, എക്സ്റേ, MRI ഒക്കെ എടുക്കുന്ന സമയത്ത് അനാവശ്യമായ ചികിത്സ ചെലവുണ്ടാവുന്നത് മാത്രമല്ല, നമ്മൾ ചികിത്സ ആവശ്യം പോലും ഇല്ലാത്ത പല രോഗങ്ങളും കണ്ടുപിടിക്കുകയും അനാവശ്യമായ ചികിത്സ നടത്തുകയും ചെയ്യുന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരം ബാക്ക്ഫയർ ഇഫക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സോഷ്യോ സൈക്കോളജിക്കലായിട്ടുള്ള ചില വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഫ്രെജിലിറ്റി എന്ന് പറയുന്നത് പുതിയ ഐഡിയകളെ റിജക്റ്റ് ചെയ്യുന്നു. അതേസമയം വളരെ റോബസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് നമ്മൾ ഐഡിയകളെ ഇഗ്നോർ ചെയ്യുന്നു.
ആൻറ്റി ഫ്രജൈലായിട്ടുള്ള പ്രതികരണങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ ആൻറ്റി ഫ്രജൈലായിട്ടുള്ള റിയാക്ഷനുകളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും ബോധവാന്മാരാവേണ്ടതും നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടതും. ഒരു ഡോക്ടർ എന്നതിൽ കവിഞ്ഞ് ഒരല്പം ഓണ്ടർപ്രണർഷിപ്പൊക്കെ കൈകാര്യം ചെയ്ത ഒരാളെന്ന നിലയിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ആ മേഖലയിലും കുറിച്ച് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലമായി ഒരു ആർട്ട് കഫേ നടത്താനുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ ഓണ്ടർപ്രണർഷിപ്പിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ഡൈനാമിക് പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം, ഇന്നോവേറ്റിംഗ് എ സൊല്യൂഷൻ ആൻഡ് ലോഞ്ചിങ് എ ന്യൂ വെഞ്ചർ, അസ്യൂമിങ് ഫിനാൻഷ്യൽ റിസ്ക് ഫോർ പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ഓർ ഇമ്പാക്റ്റ് എന്നാണ്. നമുക്ക് സാമ്പത്തികവും ലാഭകരവുമായ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമെന്ന് നേരത്തെ തന്നെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മൾ സാഹചര്യങ്ങളെയും നമ്മുടെ സംവിധാനങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്ത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഓണ്ടർപ്രണർഷിപ്പിൽ പലപ്പോഴും ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് വളരെ സുപരിചിതമാണത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞങ്ങളുടെ ഈ കഫേ തുടങ്ങിയ കാലത്ത് എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. വളരെ മിടുക്കനായൊരു ഷെഫായിരുന്നു അയാൾ വർക്കിംഗ് പാർട്ട്ണറാണ്. അയാൾ സാമ്പത്തികപരമായി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിലും അയാളെല്ലാം ഇരുന്ന് വർക്ക് ചെയ്തോളാം, ഇത് ഡെവലപ്പ് ചെയ്തോളാം എന്നൊരു വിശ്വാസത്തിന് പുറത്ത് അയാളെ പാർട്ട്ണറാക്കുകയാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വിശ്വാസം ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ പ്രതികൂലമായ ഒരു ബാക്ക് ഫയർ അടിക്കുകയാണ്. കാരണം അയാൾ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അനാവശ്യമായ സാമ്പത്തിക ചെലവ് വരുത്തുന്നു, കൂടെയുള്ള സഹപ്രവർത്തകരോട് മോശമായി പെരുമാറുന്നു, അയാൾ ജോലി ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളിത് കുഴപ്പമില്ല, ഇതിങ്ങനെ പോവട്ടെ, അയാൾ പാർട്ട്ണറല്ലേ എന്ന് വിചാരിച്ച് അതിലേക്ക് തന്നെ കൺസിസ്റ്റൻ്റായി ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വലിയ സാമ്പത്തിക നഷ്ടത്തിൽ വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഒരു ആൻറ്റി ഫ്രജിലിറ്റി എഫക്റ്റിലേക്ക് പോകും. നമുക്ക് അയാളോട് വളരെ നല്ല ടേമിൽ തന്നെ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടേണ്ടി വരും. അങ്ങനെ വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഈ ബാക്ക് ഫയർ എഫക്റ്റിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡികൾ ലോകം മുഴുവൻ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചിതമായ ചില പേരുകളാണ്, വെറുതെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. നിഹാൻ ആൻഡ് റിഫ്ലർ എന്ന് പറയുന്ന 2 വ്യക്തികൾ 2010 നടത്തിയ പഠനങ്ങൾ, ഡേവിഡ് പി റെഡ്ലോസ്കി എന്ന് പറയുന്ന ആൾ 2002 നടത്തിയ പഠനം, ഇയാൻ സ്കുർണിക്ക് 2007 നടത്തിയ പഠനം, പ്ലൂവിയാനോ 2017 നടത്തിയ പഠനം, തോമസ് വുഡ് ആൻഡ് ഈതൻ പോട്ടർ 2019 നടത്തിയ പഠനം, ഉൾറിഷ് എക്കർ എന്നാണ് 2020 നടത്തിയ പഠനം. ഇതൊക്കെ വളരെ പ്രശസ്തമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ചുരുക്കി പറയുന്നത്, ബാക്ക് ഫയർ എഫക്റ്റ് എന്നത് നമ്മുടെ കാര്യകാരണത്തെക്കുറിച്ചുള്ള നല്ല ബോധം, പിന്നെ നമ്മുടെ ഓർമ്മകളുടെ നവീകരണം, പിന്നെ നമ്മുടെ സ്വത്വത്തിൻ്റെ സംരക്ഷണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ മോട്ടിവേറ്റഡ് റീസണിങ്, മെമ്മറി റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷൻ എന്നതിലൂടെയാണ് നമ്മൾ ബാക്ക് ഫയർ എഫക്റ്റിൽ പലപ്പോഴും കൃത്യമായ ഒരു നിരീക്ഷണത്തിലേക്കോ അതിലൊരു തീരുമാനത്തിലേക്കോ എത്തുന്നത്. നമ്മുടെ മറ്റ് അനുഭവങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഒരു ചെറിയ ഒരു പ്രൊഡക്ഷൻ ഹൗസൊക്കെ നടത്താനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഡോക്ടേഴ്സ് ഡിലമ എന്ന് പറഞ്ഞ് 3 ഡോക്ടർമാർ കൂടി ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായി. ഞങ്ങളൊരു സിനിമയൊക്കെ എടുത്തു. ഞങ്ങൾ പഴയ കുറച്ച് ബുദ്ധിജീവി നാട്യങ്ങളൊക്കെ ഉള്ള ആളുകളായിരുന്നു. അപ്പോൾ നമുക്കൊരു സിനിമ എടുക്കുമ്പോൾ ഒരു ഗംഭീര സിനിമ എടുക്കാം, ഒരു ലോക ക്ലാസിക് സിനിമ എടുക്കാമെന്ന് വെച്ച് ഞങ്ങളൊരു സിനിമ എടുത്തു. മനോഹരമായ സിനിമ തന്നെയായിരുന്നു അത്. ഒരുപാട് അവാർഡൊക്കെ കിട്ടി, ഒരുപാട് ഫെസ്റ്റിവലിലൊക്കെ പോയി. അത് ഒരു ട്രൈബൽ ട്രാൻസ്ജെൻഡറിനെ കുറിച്ചുള്ള ഒരു റിയൽ സ്റ്റോറിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് ഉടലാഴം എന്ന് പറയുന്നത്. പക്ഷേ തിയേറ്ററിൽ ആരും കണ്ടില്ല, പടം കാണാൻ ആരും വന്നില്ല. സാമ്പത്തികപരമായി നമുക്ക് വട്ടപൂജ്യമായിരുന്നു അതിൻ്റെ ലാഭം. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്കറിയാം, നമ്മൾ ചില വിശ്വാസങ്ങൾ, നമ്മൾ ക്വാളിറ്റി ഉള്ളത് എന്തും ചെയ്താൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം അല്ലെങ്കിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലൊരു തിരിച്ചറിവ് പിന്നീട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരം അനുഭവങ്ങളിൽ നിന്ന്, ഇപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണല്ലേ, ഒരു ഇന്ത്യയിൽ തന്നെ ഒരു 20ഓളം സംസ്ഥാനങ്ങളും ഇന്ത്യക്ക് പുറത്തൊരു 40ഓളം രാജ്യങ്ങളും നേരിട്ട് പോയി കാണാനുള്ള അവസരം കിട്ടിയ ഒരാളെന്ന നിലയിൽ ഈ ബാക്ക് ഫയർ ഇഫക്റ്റ് എപ്പോഴും നമ്മുടെ യാത്രകളിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലേ, പുതിയ പുതിയ അറിവുകൾ ഉണ്ടായിരിക്കും. ഇബ്നു ബത്തൂത്ത പറഞ്ഞിട്ടുണ്ട്, യാത്രകളിൽ നിന്ന് നമ്മൾ സ്തബ്ധരായി പോകും, നമ്മൾ നിശബ്ദരായി പോകും, പക്ഷേ തിരിച്ചു വരുമ്പോൾ നമ്മൾ കൂടുതൽ വാചാലരാകുന്ന കഥ പറച്ചിലുകാരായി മാറും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ മുൻ സ്പീക്കർമാർ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടേതായിട്ടുള്ള ക്വാളിറ്റികൾ സ്വാംശീകരിക്കുകയും നമ്മുടെ ഭാവിയിലേക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് അതിനെ എങ്ങനെ ഗുണകരമായി അത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള ആലോചനകളിലേക്ക് എത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ വളരെ ലളിതമായ ഒരു ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം. ചെറുകാറ്റ് ചിലപ്പോൾ ഒരു മെഴുകുതിരിയെ അല്ലെങ്കിൽ ഒരു തിരിനാളത്തേക്ക് എടുത്തും, അതേസമയം അതേ ചെറുകാറ്റ് തന്നെ ഒരു വലിയ കാട്ടുതീ ആളിക്കത്തിക്കാൻ കാരണമാവും എന്നുള്ളത് കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഏത് കാരണങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കൊണ്ടാണോ അതിൻ്റെ പ്രതിഫലം ഉണ്ടാവുന്നത് എന്നതനുസരിച്ച് അതിനെ നമ്മൾ എങ്ങനെ നേരിടണം എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവുന്നത്. അത് പ്രതികൂലമായാലും ശരി അനുകൂലമായാലും ശരി അത് നമുക്കും സമൂഹത്തിനും ഗുണകരമാവണം എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കാനുള്ളത്. നിങ്ങളുടെ പഠനത്തിൻ്റെ പന്ഥാവിൽ അല്ലെങ്കിൽ ജീവിത പാതയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിൻ്റെ വഴികളിൽ ഇതൊക്കെ ഗുണകരമായ കാര്യങ്ങളായി ഭവിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.